നമസ്കാരം. നമസ്കാരം. അല്ല, ഇക്കാലത്ത് ദാമ്പത്യം തന്നെ വലിയ വിഷമകരമാണ് കൊണ്ടുപോകാൻ. ആ കൂട്ടത്തിൽ മറ്റുള്ള പല കേസുകൾ കൂടി വന്നാലോ. പിന്നെ ഇന്നലെ വരെയും വിജയിച്ച ദാമ്പത്യത്തിൻ്റെ ഉദാത്ത മാതൃകയെന്ന് പറഞ്ഞ് കണ്ടിരുന്നവർ അടുത്ത ദിവസം തലയും പൊട്ടി അടിച്ച് പിരിയുന്നൊരു കാഴ്ച. അതും ലോകം മുഴുവനും ഇതാണ് മഹത്തായ ദാമ്പത്യം എന്ന് കണ്ടിരുന്നവരുടെ ജീവിതം. എന്തൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇത്തരം ആത്മീയ തട്ടിപ്പുകൾ പോലെ തന്നെ നടക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് വൈവാഹിക ജീവിതം കുറ്റമറ്റതാക്കുവാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നുള്ള ഒരു ഇവൻ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സാധാരണ കല്യാണമൊക്കെ നടത്തി കൊടുക്കുന്ന പോലെ കല്യാണത്തിന് ശേഷം നിങ്ങളുടെ വിവാഹം എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ പഠിപ്പിച്ചു തരാമെന്നുള്ളതാണ്. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സമൂഹത്തിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുക. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ വലിയൊരു സ്വാധീനത്തിലേക്ക് നമ്മുടെ യുവതലമുറ വന്നിരിക്കുകയാണ്. അവരുടെ മോഡൽസിൽ പണ്ടത്തെ രീതിയിലുള്ള ഗാർഹിക അന്തരീക്ഷമോ അതേ രീതിയിലുള്ള ഏതെങ്കിലും ബിംബങ്ങളോ ഒന്നും ഇല്ല. അവരിപ്പോൾ കാണുന്ന മോഡേൺ ലൈഫിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതും കാണുന്നതും നോക്കൂ. നമ്മുടെ വിവാഹത്തിനെടുക്കുന്ന ആൽബങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പണ്ടൊക്കെ കല്യാണ വീട്ടിൽ വരുന്നവർ ഫോട്ടോ എടുക്കുന്നതായിരുന്നെങ്കിൽ കല്യാണത്തിന് മുൻപേ ഇവർ സിനിമാ താരങ്ങളെ പോലെയൊക്കെ ആക്ട് ചെയ്തും അതേപോലെയുള്ള സെറ്റപ്പിലെല്ലാമാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, വിവാഹം കഴിച്ചതിന് ശേഷം ഇതെല്ലാം മാറി വിവാഹം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ വരികയാണ്. ഒരാണും ഒരു പെണ്ണും രണ്ട് വ്യത്യസ്ത സംസ്കാരത്തിൽ നിന്ന് വന്നവർ ഒന്നിച്ചു ചേരുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. ഇങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ സാധാരണ ഇപ്പോൾ കുറേ ഇടത്തൊക്കെ ഈ മാരേജ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. എന്തൊക്കെയാണെങ്കിലും കൗൺസിലിംഗ് ഒക്കെ ഒരു ടെമ്പററി സംവിധാനമായിട്ടാണ് അവരിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിലേക്ക് പോകും. അവിടെയാണ് ഞങ്ങൾ നിങ്ങളെ സുഖപ്പെടുത്താമെന്നും പറഞ്ഞ് അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ട് നമ്മുടെ മരിയ ജോസഫിനെ പോലെയും അല്ലെങ്കിൽ സുലൈമാൻ എന്ന് പറയുന്ന മരിയ ജോസഫ്, സുലൈമാൻ, ജിജി ജോസഫ് അവരുടെ സഹധർമ്മിണി, ഞങ്ങൾ മാതൃക മോഡേൺ ദമ്പതികളാണെന്ന് പറഞ്ഞുള്ള ഒരു. പക്ഷേ എന്നും നിങ്ങൾ ഭർത്താവിനെ കാണണം, ഭർത്താവിനെ നോക്കി ചിരിക്കണം. ഇവര് പറഞ്ഞു കൊടുത്താലേ നിങ്ങൾക്ക് അറിയാവൂ. നിങ്ങളുടെ ഭർത്താവിന്റെ തലമുടി നരച്ചതാണോ നോക്കണം, കണ്ണിലെ കറുപ്പ് കാണണം. അതെ, ഇതൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വിവരമുള്ള ആൾക്കാർ ഈ ഒരൊറ്റ കാര്യത്തിലേക്ക് ചുരുങ്ങിപ്പോയിട്ട് ഇതാണ് പ്രധാനപ്പെട്ടത്, ഇവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ പോയിന്റ് ആണെന്ന് ചിന്തിക്കും. അതിലൂടെ അവരൊരു ഹുക്ക് ചെയ്യുകയാണ്, അവർ ഇരയെ പിടിച്ച് കൊളുത്തി പിന്നെ ബാക്കി കാര്യങ്ങൾ ഭംഗിയായിട്ട് അവർ ചെയ്യും. അതായത് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ് ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം അതിൻ്റെ നമ്മുടെ യുവതലമുറയും മുൻ തലമുറയും ഒക്കെ അതിൻ്റെ വലിയ ഇരകളാണ്. നേരത്തെ അടക്കി വെച്ചിരുന്ന പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ഇതേപോലുള്ള കൂട്ടായ്മയിൽ ചെയ്തൊരു കൂട്ടായ്മയാണ്. ഇത്തരൊരു കൂട്ടായ്മയിലേക്ക് വളരെ വലിയൊരു പ്രദേശത്ത് നിന്ന് പരസ്പരം അറിയാത്ത ആൾക്കാർ എത്തിച്ചേർന്നിടത്തേക്ക് പുതിയ ബന്ധങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ ബന്ധങ്ങൾ തുടരുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ആൾക്കാർ അവിടേക്ക് വരും കൗൺസിലിങ്ങിന്റെ ഭാഗമായി. പക്ഷേ ഇത് ഇവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇത്തരം സംവിധാനങ്ങൾ ആരൊക്കെയാണോ നടത്തുന്നത് അവരെല്ലാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവിടെ പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ എന്താണോ ഇവർ പഠിപ്പിക്കുന്നത്, ഇവിടെ ബന്ധങ്ങൾ സുഖകരമായി ശാന്തമായി സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുന്നവർ തന്നെ അതിൻ്റെ ഇടയിലൂടെ മറ്റൊരു ബന്ധത്തിന് അല്ലെ മറ്റു പല ബന്ധങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഈ വിവാഹത്തിന് ശേഷം ഏകപത്നി വ്രതം അല്ലെ ഏകപതി വ്രതം എന്നുള്ള രീതിയൊക്കെ മാറിപ്പോയി. ഇന്ന് നമ്മുടെ സൊസൈറ്റി എടുത്ത് പരിശോധിച്ചാൽ അറിയാം, സാധാരണ വീടുകളിൽ നിന്ന് ജോലിക്ക് പോകുന്ന പുരുഷനും സ്ത്രീയും ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ മറ്റൊരു വാഹനത്തിലേക്ക് കയറുന്നു. അത് ബൈക്കായിരിക്കാം, കാറായിരിക്കാം. ഈ പോകുമ്പോൾ ഹെൽമെറ്റും വെച്ച് പോകുന്ന ഒരാളെ മറ്റാർക്കും തിരിച്ചറിയാൻ പറ്റുകയില്ല. അതൊരു തെറ്റാണെന്ന് ഇപ്പൊ സമൂഹം കരുതുന്നില്ല. അത് സർവ്വസാധാരണമായി സമൂഹം കൂടി അതിനകത്തേക്ക് ഇടപെടുന്ന അത് ഒരു 90% ആൾക്കാർക്കും അതിങ്ങനെ പണ്ടൊരു ഇത്തരം വിഷയം പറഞ്ഞ് വലിയൊരു മഹാപാതകമായിട്ട് കണ്ടിരുന്ന സാഹചര്യത്തിൽ ഇന്നൊരു തെറ്റായിട്ട് ആൾക്കാർ കാണുന്നു. ലിവിങ് ടുഗദർ ഉള്ളൊരു സമൂഹത്തിൽ ഇതെങ്ങനെ തെറ്റാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കും. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ആദ്യ അനുഭവങ്ങൾ കിട്ടുന്നത് വിവാഹത്തിലൂടെയല്ല, അതിന് മുൻപേ തന്നെ കിട്ടുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഒരു പ്രശസ്ത ഡോക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും എറണാകുളത്തെ അവരുടെ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളിൽ വിവാഹിതരല്ലാത്ത പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായ പോലും ഉൾപ്പെടെ 1-2 ഡസൻ ആൾക്കാർ പ്രഗ്നന്റ് ആയിട്ട് ചെല്ലുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ സമൂഹം എവിടെ നിൽക്കുന്നു? അല്ലെ, പ്രശസ്തമായിട്ടുള്ള ഒരു വനിതാ ഹോസ്റ്റലിൽ ഒരു സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ അത് ഒരു വർഷത്തിൽ 8, 9, 10 ഒരു വർഷത്തിൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി പറഞ്ഞ കേസാണത്. ഇത്തരം വിവാഹേതര ബന്ധങ്ങളിലൂടെ ഇതുണ്ടാകുന്നു. ഈ കുട്ടികൾ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ശനിയും ഞായറും പോകാറില്ല പലരും.
അവർ പോകുന്നത് പല ഇതുപോലുള്ള മൂന്നാർ പോലെ സ്ഥലങ്ങളിലേക്ക് പോവുക, 2 ദിവസം അടിച്ചു പൊളിക്കുക, അവർ തിരിച്ചു വരിക. ഇത്തരം ഒരു സാഹചര്യം തെറ്റാണെന്നൊരു തോന്നൽ. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലായാലും മറ്റേ ഹൈവേ ഇതിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ക്യൂൻ പാർക്ക് ഉണ്ടല്ലോ, രാത്രി കുട്ടികൾ പോകുന്ന രാത്രി 24 മണിക്കൂറും കുട്ടികൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. പകൽ സമയം ഉള്ളതുപോലെ തന്നെ രാത്രി ഇരിക്കുന്നു. പോലീസിന് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ എന്തെങ്കിലും ചോദ്യം ചെയ്യുക, സദാചാര പോലീസ് എന്നുള്ള പേര് വീഴും. ഇത് എങ്ങനെയാണ് ഒരു മാറ്റം വരുന്നത്? ഇതെല്ലാം സമൂഹം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞതുപോലെയാണ് പെരുമാറ്റങ്ങൾ. അതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കപട സദാചാരത്തിന്റെ ഒപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇതൊന്നും പാടില്ല എന്ന് പറയുകയും ഇത് യഥേഷ്ടം അനുഭവിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം രഹസ്യാത്മകമായിരിക്കണം എന്നുള്ളത്. ഓയോ ഹോട്ടൽസ് എന്നും പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഇതിനു വേണ്ടി വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൂടാതെ നിരവധിയായ മറ്റ് സംവിധാനങ്ങൾ, ഇപ്പോൾ ടൂറിസത്തിന്റെ മറവിലും 1 മണിക്കൂർ ഹോട്ടൽ റൂമിന് 2 മണിക്കൂർ ഹോട്ടൽ റൂം, കാറുകൾ, എല്ലാം എറണാകുളം പോലത്തെ ഒരു മഹാസിറ്റിയിൽ ഇതിനൊന്നൊരു ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുമ്പോൾ. ഇവിടെയാണ് ഈ പ്രശ്നത്തിന്റെ മറുവശം നമ്മൾ കാണും. ഇങ്ങനെ പോകുമ്പോൾ പല ദാമ്പത്യങ്ങളിലും വിള്ളൽ വീഴുന്നു. അതായത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ ഈ ഒരു സാധ്യത എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ജോലി സ്ഥലത്താകാം, സൗഹൃദത്തിലാകാം, മറ്റെവിടെയുമാകും. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങൾ ഫാമിലിക്കുള്ളിൽ അല്പം വികലമായി തുടങ്ങും. അതായത് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. എൻ്റെ ഭാര്യയേക്കാൾ നല്ലത് എൻ്റെ കാമുകിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനേക്കാൾ എത്രയോ മികച്ചവനാണ് എൻ്റെ പുതിയ കാമുകൻ, അയാൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വലിയ പാമ്പറിംഗ് ഒന്നും ഉണ്ടാകുകയില്ല. പ്രേമം വിവാഹത്തിലേക്ക് വരുന്നവർക്ക് തന്നെയാണ്. അപ്പൊ ഇവർക്ക് കിട്ടാത്ത സാധനം അവർ പോലും അറിയാതെ കിട്ടുമ്പോൾ അവർ മനഃപൂർവ്വം അന്വേഷിച്ച് നടക്കുന്നതല്ല. മനുഷ്യന്റെ മനസ്സങ്ങനെ സ്നേഹം കിട്ടുന്നിടത്ത് ചാഞ്ഞു പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ദാമ്പത്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ മരിയ ജോസഫിനെ പോലുള്ള ആൾക്കാർ മാടി വിളിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങോട്ട് വരോ ശരിയാക്കാം. പക്ഷേ ഈ കുട്ടികളുണ്ട് എന്നൊരു ബാധ്യതയിലൊക്കെ പെട്ട് കുടുംബജീവിതത്തിന്റെ ആ ഒരു ചതുരത്തിനുള്ളിൽ പെട്ടുപോയ ആൾക്കാരുണ്ട്. അവർക്ക് ഇതെങ്ങനെയെങ്കിലും പുതിയ രീതിയിൽ മനോഹരമാക്കി കൊണ്ടുപോകാൻ എന്താണ് സാധ്യതയെന്ന് തോന്നി ഒരുപക്ഷെ അവിടെ പോകും. അല്ല, ഈ ആത്മീയ തട്ടിപ്പുകാരുടെ ഇപ്പോൾ എല്ലാവരും തട്ടിപ്പുകാരാണെന്ന് നമ്മൾ പറയുന്നില്ല. പലരും ഒരു 90% ആത്മീയ തട്ടിപ്പുകാരാണ്. ഇവിടെ ഈ കുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ആത്മീയ തട്ടിപ്പുകാരുടെ പല കുട്ടികളും ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇത് മാതാപിതാക്കളുടെ തീരുമാനമാണ്. ഈ കുട്ടി അവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, ഇത് ചില സ്വാമിമാരുടെ അടുക്കലായാലും പുരോഹിതന്മാരുടെ അടുക്കലായാലും മൗലം, ഇവരെല്ലാം ഈ കുട്ടികളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് തങ്ങളുടെ കുട്ടി അങ്ങോട്ട് അടുപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്കുണ്ടാകുന്ന പീഡനത്തെക്കുറിച്ച് പേരൻസ് അന്വേഷിക്കുന്നില്ല. നമുക്ക് ഈ സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കഥ അറിയാം. എത്രയോ മദ്രസ പീഡനങ്ങളുടെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇതിന്റെ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ പൊതുസമൂഹത്തിൽ ആരും ലൈംഗികമായിട്ട് സുരക്ഷിതരല്ല. ഏതൊരവസരവും എപ്പോഴും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മനസ്സുമായിട്ട് നടക്കുന്ന നിരവധിയായ ആൾക്കാരുടെ ഇടയിലാണ് നമ്മുടെ കുട്ടികളും മുതിർന്നവരും വിവാഹിതരും അല്ലാത്തവരും ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാം എന്ന രീതിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ പുതിയ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത, മനുഷ്യന് മടുക്കാത്ത 1-2 കാര്യങ്ങളുണ്ട്. അവനെ നിരന്തരമായി ഭക്ഷണം കഴിക്കണം എന്നതുപോലെ തന്നെ അവൻ്റെ മനസ്സിലെ ലൈംഗിക ചിന്തകൾ സജീവമാണ്. അപ്പോൾ ഇതിന് ഇത്തരം കേന്ദ്രങ്ങളിൽ പരിഹാരമെന്ന് വിളിച്ചിട്ട് വരുമ്പോൾ പുതിയ സാധ്യതകൾ അവിടെ തുറന്നു കിട്ടുമ്പോൾ അവിടെ ഒരു അതിനോടുള്ളൊരു താല്പര്യമുണ്ടാകും. ചില ആൾക്കാർ ജെനുവിനായിട്ട് ചെല്ലുന്നവരുണ്ട്, അവർക്ക് പരിഹാരമുണ്ട് എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുന്നു. ഈ നമ്മളുടെ ഒരു പ്രത്യേകത, നമ്മളോട് ഒരു കാര്യം പറയും, നീ ഇന്നതുപോലെ ചെയ്താൽ ഗുണമാണെന്ന് പറഞ്ഞാൽ നമുക്കത് അറിയാമെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം, ആ വാക്കൊന്ന് പരീക്ഷിക്കാമെന്ന രീതിയിൽ നമ്മൾ ചെയ്യും. കുറച്ച് ദിവസത്തേക്ക് റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് പരമാവധി സംഭാവന കൊടുക്കുക, അവരെക്കുറിച്ച് മറ്റുള്ളവരോട് റെഫർ ചെയ്യുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ. ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഉപദേശം തരികയും നമുക്ക് നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് യാതൊരു ആത്മാർത്ഥതയില്ലാതാണ് ഇത് നമ്മളിലേക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം അറിയുമ്പോഴാണ് നമ്മൾ എത്രമാത്രം വഞ്ചിതരായി എന്നറിയുന്നത്. അവർക്ക് പണം വേണം, ഇതൊരു കച്ചവടമാണ്. അല്ല, ആരും ഉപദേശിക്കാം, അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അല്ല, കച്ചവടമാണ്. യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് സമൂഹത്തിൽ വലിയ അംഗീകാരവും ധനശേഷിയും മറ്റുമൊക്കെയാണ്. അതിൻ്റെ പേരിൽ അവർ ചാരിറ്റി ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ മറകൾ മാത്രമാണ്. മുഖംമൂടി അഴിഞ്ഞു വീണപ്പോഴാണ് യാഥാർത്ഥ്യം സമൂഹം തിരിച്ചറിയുന്നത്.